നമസ്കാരം. ഇൻഫോടെക്കിലേക്ക് സ്വാഗതം. നിമിഷപ്രിയ കേസിൽ തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നത് തിരിച്ചടിയാകുമെന്ന വിലയിരുത്തലിൽ കേന്ദ്ര സർക്കാർ. യമനിൽ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കിയെന്ന റിപ്പോർട്ടുകൾ തെറ്റാണെന്ന് അറിയിച്ച ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം കരുതലോടെ ഈ വിഷയത്തിൽ എല്ലാവരും പ്രതികരിക്കണമെന്നും സന്ദേശമാണ് നൽകുന്നത്. പ്രതീക്ഷയോടെ ചർച്ചകൾ തുടരുന്നുവെന്നും സന്ദേശവും കേന്ദ്രം നൽകുന്നുണ്ട്. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട നിമിഷപ്രിയയ്ക്ക് സാധ്യമായ എല്ലാ സഹായവും നൽകുമെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. കേസിൽ ഒരു പരിഹാരത്തിനുള്ള ശ്രമങ്ങൾ നടന്നു വരികയാണെന്നും തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കരുതെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഞങ്ങൾ വിഷയം സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണ്. സാധ്യമായ എല്ലാ സഹായങ്ങളും ചെയ്യുന്നുണ്ട്. ഈ വിഷയത്തിൽ ചില സൗഹൃദ സർക്കാരുകളുമായും ഞങ്ങൾ ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇതൊരു സങ്കീർണമായ കേസാണ്. തെറ്റായ വിവരങ്ങളെയും ഊഹാപോഹങ്ങളെയും അടിസ്ഥാനമാക്കിയുള്ള മാധ്യമ റിപ്പോർട്ടുകൾ ഒരിക്കലും ഗുണകരമാകില്ല. എല്ലാവരും ഇതിനെക്കുറിച്ച് ശ്രദ്ധാലുവായിരിക്കണം. നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കിയതായും മോചിപ്പിക്കുന്നതിനുള്ള ഒരു കരാറിലെത്തിയതായും അവകാശപ്പെടുന്ന റിപ്പോർട്ടുകൾ കണ്ടു. ഇത്തരം റിപ്പോർട്ടുകൾ തെറ്റാണ്. ഞങ്ങളുടെ കൂട്ടായ ശ്രമങ്ങളുടെ ഫലമായി യമനിലെ പ്രാദേശിക അധികാരികൾ അവളുടെ ശിക്ഷ നടപ്പാക്കുന്നത് മാറ്റിവെച്ചിട്ടുണ്ട്. വിദേശകാര്യമന്ത്രി വക്താവായ രൺധീർ ജയ്സ്വാളാണ് ഇക്കാര്യം പറഞ്ഞത്. സനയിൽ നടന്ന ഉന്നതതല യോഗത്തിൽ നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കിക്കൊണ്ടുള്ള തീരുമാനമുണ്ടായതായി കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ വിവരം യമനി പ്രതിനിധികൾ അറിയിച്ചിരുന്നു. ഷെയ്ഖ് ഹബീബ് ഉമർ ഹബീബിന്റെ ഇടപെടലാണ് കുടുംബവുമായി സംസാരിക്കാൻ അവസരം അവർക്ക് ഒരുക്കിയത്. തലാലിന്റെ കുടുംബം അനുകൂല നിലപാട് സ്വീകരിച്ചതോടെ കാര്യങ്ങൾ എളുപ്പമായെന്നും കാന്തപുരം അറിയിച്ചിരുന്നു. വധശിക്ഷ റദ്ദാക്കിയ സാഹചര്യത്തിൽ അനുകൂലമായ നടപടി ഉടൻ ഉണ്ടാകുമെന്നും യമൻ പ്രതിനിധികൾ അറിയിച്ചതായും കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ കൂട്ടിച്ചേർത്തു. ഇതുമായി ബന്ധപ്പെട്ട എല്ലാ നടപടികളും പ്രധാനമന്ത്രിയുടെയും വിദേശകാര്യ മന്ത്രാലയയുടെയും ഓഫീസിനെ അറിയിച്ചിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ദി ഫെഡറൽ എന്ന ഓൺലൈൻ പോർട്ടലിനെ അനുവദിച്ച അഭിമുഖത്തിലാണ് കാന്തപുരത്തിന്റെ ഈ പ്രതികരണം. നിമിഷപ്രിയക്ക് മാപ്പ് നൽകുന്നതിലോ ശിക്ഷയിലെ ഇനി വ്യക്തത വരുത്തേണ്ടതെന്നും കാന്തപുരം പറഞ്ഞു. ഇതിനിടെയാണ് കേന്ദ്രം വ്യക്തത വരുത്തുന്നത്. വധശിക്ഷ റദ്ദാക്കുന്നതിൽ കൊല്ലപ്പെട്ട തലാലിന്റെ പിതാവിനും മാതാവിനും എതിർപ്പില്ല എന്നാണ് സൂചന. സഹോദരൻ അബ്ദുൽ ഫത്താഹ് മേദിക്ക് മാത്രമാണ് എതിർപ്പുള്ളത്. യമൻ പണ്ഡിത സംഘവും യമൻ ഭരണാധികാരികളും നയതന്ത്ര ഉദ്യോഗസ്ഥരും തമ്മിൽ നടന്ന ചർച്ചയിൽ വധശിക്ഷ റദ്ദാക്കാൻ ധാരണയിലെത്തിയതാണ് ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ് കാന്തപുരത്തിന്റെ ഓഫീസ്. ഇതിനിടെയാണ് സമാധാനത്തിന് കുടുംബം സമ്മതിച്ചതായി കാന്തപുരത്തെ ആരോ തെറ്റിദ്ധരിപ്പിക്കുന്നതാണെന്നും വധശിക്ഷ റദ്ദാക്കിയെന്ന വിവരം പൂർണ്ണമായി തെറ്റാണെന്നും തലാലിന്റെ സഹോദരി ഫേസ്ബുക്കിൽ കുറിച്ചത്. ഞങ്ങളുമായി സംസാരിക്കാൻ ചുമതലപ്പെടുത്തിയെന്ന് പറയുന്നവർ സംസാരിച്ചിട്ടുണ്ടോ എന്ന് കാന്തപുരം വ്യക്തമാക്കണമെന്നും കുറിപ്പിൽ പറഞ്ഞിരുന്നു. എന്നാൽ നിമിഷപ്രിയക്ക് മാപ്പ് കൊടുക്കേണ്ടി വരുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ വളരെ പ്രതീക്ഷ നൽകുന്നതാണെന്ന് യമനിലെ സൂഫി പണ്ഡിതൻ ഉമർ ബിൻ ഹഫീൽ ശിക്ഷനും സവാദ് മുസ്തഫ വാഫി പറയുന്നു. ഇപ്പോൾ നടക്കുന്ന ശ്രമങ്ങൾക്ക് ശുഭ പര്യവസാനം ഉണ്ടാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ജൂലൈ 16-നാണ് നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കാൻ തീരുമാനിച്ചിരുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കിയതായി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ഓഫീസ് അറിയിച്ചിരുന്നു. പാലക്കാട് ജില്ലയിലെ കൊല്ലങ്കോട് സ്വദേശിയായ നിമിഷപ്രിയ 2017 ജൂലൈയിലാണ് യമൻ പൗരനായ തലാലിനെ കൊല ചെയ്യപ്പെടുന്നത്. കേസിൽ പ്രതിയായത്. പിന്നീട് 2020 നിമിഷപ്രിയയ്ക്ക് യമൻ കോടതി ശിക്ഷ വിധിക്കുകയായിരുന്നു. ഇറാൻ പിന്തുണയുള്ള ഹൂതികളുടെ നിയന്ത്രണത്തിലുള്ള സനയിലെ ജയിലിലാണ് നിമിഷപ്രിയ ഇപ്പോൾ നിലവിലുള്ളത്. 2023 നവംബറിൽ സുപ്രീം ജുഡീഷ്യൽ കൗൺസിൽ അവരുടെ അപ്പീൽ തള്ളുകയും ചെയ്തു.